ഇവിടെ ഈ അസ്ഥികളെല്ലാം കൂടെ കൂടി വരുമ്പോൾ ഞായറാഴ്ച കൂടി വരുമ്പം വലിയൊരു ബഹളമാണ്. ഞായറാഴ്ച കൂടി വരുമ്പോഴെല്ലാവരും കൂടെ ഒരു ബഹളം, അല്ലെങ്കിൽ കൺവെൻഷന് കൂടി വരുമ്പോൾ എല്ലാവരും ബഹളമാണ്. യോഗം കഴിഞ്ഞ് പോകുമ്പോൾ അവരവരുടെ വീട്ടിൽ. തോമാച്ചിന് എന്താ സംഭവിക്കുന്നത് മത്തായിക്ക് അറിഞ്ഞുകൂടാ, മത്തായിക്ക് എന്താ സംഭവിക്കുന്നത് മറിയാമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരമായി തീർന്നാൽ ഈ വിരളയിൽ ഒരു കൊതുക് ചുറ്റിയാൽ ഈ കൈക്കും ശരീരത്തിന് മുഴുവനും അറിയാം ഇവിടെ എന്തു പറ്റി, ഒരു കൊതുക് കുത്തിയെന്ന്. ഇതാണ് ക്രിസ്തുവിൻ്റെ ശരീരം. ഇതിനു വേണ്ടിയാണ് ദൈവം പരീക്ഷകൾ പ്രയാസങ്ങളൊക്കെ അയക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ചിലപ്പോൾ വാളെടുത്ത് കുടുംബത്തിൽ മുറിക്ക് നടത്തുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ, കർത്താവേ എന്തുകൊണ്ടാണ് എന്നെ മുറിക്കാനാണെങ്കിൽ മുറിക്കണമേ, എന്നെ ഒരുക്കാനാണെങ്കിൽ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഓരോരുത്തരെ മുറുക്കി ഒരുക്കും. ഇതാണ് സത്യസുവിശേഷം. ഇതിൽ കുറഞ്ഞത് വേറൊന്നില്ല. ഇതിനെ മാറ്റാൻ ഒരുത്തർക്കും കഴിയുകയില്ല. എന്നാൽ ഈ പ്രാസംഗികന്മാർ ഇവിടോട്ട് പോകാൻ അവർക്ക് പേടിയാണ്. കാരണം ഈ വലിയ പ്രാസംഗികന്മാർക്കും ഒന്നിച്ച് വസിക്കണം അവരുടെ കാര്യം. അതുകൊണ്ട് അവരത് എല്ലാം കൂടെ കൂട്ടം പെരുക്കി ഒരിളക്കപ്പെരുക്കത്തിൻ്റെ ആത്മാവും കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ചാടി വലിയ ബഹളമാണ്. ഇപ്പം നോക്കിയിട്ട് ശാളത്തിൻ്റെ ബഹളവുമായി. അത് കഴിഞ്ഞ് യോഗം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി. ഇതാ ഇന്ന് നടക്കുന്ന പരിപാടി. എന്നാൽ ആദിമകാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഓരോരുത്തരെയും ക്രിസ്തുവിൽ എന്തു ചെയ്യുമായിരുന്നു? തികഞ്ഞവരായി നിർത്തുവാൻ അവർ ഇത് ചെയ്യുമായിരുന്നു. കേരളത്തിൽ ഇന്ന് ഇപ്രകാരമുള്ള വേല എങ്ങനെ നടക്കുന്നുണ്ട് പറഞ്ഞാട്ട്, എല്ലാം കൂട്ടിക്കതച്ച് ഒരു വലിയ ബഹളം നടത്തി എല്ലാവരും കൂടി ഒരു ഉണർവൊക്കെ നടത്തി. കണ്ടോ ഞങ്ങളുടെ സഭ എത്ര വലിയതാണെന്ന് നോക്ക്. അതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ചു. അതല്ല യഥാർത്ഥ പ്രവർത്തനം. യഥാർത്ഥ പ്രവർത്തനമെന്ന് പറഞ്ഞത് ഇതെത്രായിരം വിശ്വാസികളിൽ നിന്നായി ചെറിയൊരു കൈ വന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സ്നേഹം വരുമോ? നിങ്ങൾ പറഞ്ഞാട്ട് പിന്നാണ് പിരിയാത്ത സ്നേഹം വരുന്നത്. വേർപിരിക്കുവാൻ കഴിയാത്ത സ്നേഹം. നമ്മുടെ സ്വയമെല്ലാം മാറ്റി കഴിയുമ്പോൾ, നാം നമ്മളെ തന്നെ മുറിക്കുവാനായി ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ വേർപിരിയാത്ത സ്നേഹം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആദിമകാലങ്ങളിൽ അതുകൊണ്ടാണ് സ്വയമെല്ലാം ഉപേക്ഷിച്ച്. എൻ്റെ അമ്മ എനിക്ക് വിശന്നിട്ടും എനിക്ക് ആഹാരം തരാതെ പോയതെന്താണ്? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായതുകൊണ്ട് മറ്റേ കുടുംബത്തിൽ ആഹാരമില്ല, അവിടെ പോകണം, അവിടെ ആഹാരം കൊണ്ട് കൊടുക്കണം. അവരുടെ വിശപ്പ് അതെനിക്ക് കൂടുതൽ ഭാരമാക്കി തീരുന്നത്. എന്തുകൊണ്ടാണ്? പെന്തക്കോസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് അതുപോലെ മാത്രമാണ്. എൻ്റെ ഭാര്യയുടെ പിതാവും അവരാദ്യമായി അവരുടെ വീട്ടിൽ പെന്തക്കോസ് സഭ ആരംഭിച്ചപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് അന്നത്തെ പെന്തക്കോസ് സഭകൾ അവിടെ സ്ഥാപിക്കുവാനിടയായത്. അത് പണത്തേലല്ലായിരുന്നു. എന്തിലായിരുന്നു വേല ആരംഭിച്ചത്? നടന്നതും പ്രാർത്ഥനയിലും ഏക ശരീരം തമ്മിൽ സ്നേഹിക്കുമാർ. പ്രിയമുള്ളവരെ, ഈ അനുഭവത്തിലേക്ക് വന്നെങ്കിൽ ഇത് വളരെ വിവരിച്ച് പറയാനുണ്ടെന്നാൽ സമയം കുറവായതുകൊണ്ട് വളരെ വിവരിച്ച് പറയാൻ സമയം എടുക്കുന്നില്ല. അങ്ങനെ നാം മുൻപോട്ട് വരുമ്പോഴാണ് പരിശോധനകൾ മുറിച്ച് മാറ്റണമെങ്കിൽ ഇത് ശമൂവേലിൻ്റെ കുടുംബമാണ്. ഈ ശമൂവേലിൻ്റെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിനൊരു ചെറിയ കർഷണം എടുക്കണമെങ്കിൽ എന്തു ചെയ്യണം? തൻ്റെ പരിശോധന കഷ്ടങ്ങളാകുന്ന വാളുകൊണ്ട് എന്തു ചെയ്യണം? അറുത്ത് മുറിക്കണം. അനുഗ്രഹിക്കുകയാണോ? അനുഗ്രഹിക്കുകയാണോ അറുത്ത് മുറിക്കുകയാണോ ചെയ്യേണ്ടത്? പറഞ്ഞാട്ട്. ഒന്ന്, നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കണം. 1 പത്രോസ് 1:7 വായിച്ചാട്ട്. വിശ്വാസത്തെ പരിശോധിക്കണം.
വായിച്ചാട്ട് 1 പത്രോസ് 1:7. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ വിശ്വാസത്തിൻ്റെ പരിശോധന. വിശ്വാസം പരിശോധിക്കണം. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, വിശ്വസിക്കുന്നു. സഹോദര സഹോദരി, ഞാൻ വിശ്വസിക്കുന്നു. വയറ്റുവേദന വരുമ്പോഴറിയാം എത്രമാത്രം വിശ്വസിക്കുന്നെന്ന്. വയറ്റുവേദന അറിയുമ്പം കൃഷ്ണൻ്റെ ആശുപത്രിയിൽ ചെന്ന് കിടന്നിട്ട് പറയും, കൃഷ്ണ നിൻ്റെ ഇഞ്ചക്ഷനെ എന്നെ എന്ത് ചെയ്യുള്ളൂ, സൗഖ്യമാക്കിയുള്ളൂ. വയറ്റുവേദന വരുമ്പോൾ എവിടെ പോയി കിടക്കുന്നത്? കൃഷ്ണൻ്റെ ആശുപത്രിയിൽ കിടന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യം. അപ്പം അതറിയാ, കൃഷ്ണൻ്റെ ആശുപത്രിയിൽ കിടന്ന് സൗഖ്യമായച്ചേ പറയാ യേശു എന്നെ സൗഖ്യമാക്കിയ. കൃഷ്ണൻ എന്താ പറയുക? എൻ്റെ മരുന്നാണ് നിന്നെ സൗഖ്യമാക്കിയത്. അപ്പോൾ രോഗം വന്ന് നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കപ്പെടണം. 1 പത്രോസ് 4:12-13 വായിച്ചാട്ട്. ആ വിശ്വാസത്തിൻ്റെ പരിശോധന എത്ര വലുതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. പ്രിയമുള്ളവരെ, നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമാക്കി തീർക്കണമെങ്കിൽ അനേക പരിശോധനകൾ കൂടെ വിട്ടിട്ട് നമ്മളെ ഉരുക്കി അറുത്ത് മുറിച്ച് അംഗമാക്കി തീർക്കുന്നവനാണ്. വളരെ പരിശോധനയിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. ഞങ്ങൾ എത്ര കുടുംബമായി എത്ര പരിശോധനയിൽ കടന്നു പോയിട്ടും നിങ്ങൾ എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ മനസ്സിലാവും എന്തുമാത്രം പരിശോധനയിൽ കൂടെ കടന്നുപോയി. പരിശോധനയിൽ കൂടെ കടന്നു പോകാതെ നാം അവൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീരുവാൻ സാധ്യമല്ല. യെശയ്യാ പ്രവചനം 54:5 വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 54:5. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. അത് ഭാഷയിൽ സൃഷ്ടാവ് എന്നല്ല, നിന്നെ പണിയുന്നവനാണ് നിന്റെ ഭർത്താവ്. യുവർ മേക്കർ ഈസ് യുവർ ഹസ്ബൻഡ്. അപ്പം നമ്മളെ അറുത്ത് മുറിക്കുന്നത് ആരാണ്? നമ്മുടെ ഭർത്താവാകുന്ന കർത്താവാണ്. അവൻ ഉത്തരവാദിത്വത്തോടെയാണ് ചെയ്യുന്നത്. അവൻ മുറിക്കുമ്പോൾ അല്പം പോലും കൂടുതൽ മുറിക്കത്തില്ല, കുറച്ചും മുറിക്കത്തില്ല. കറക്റ്റായിട്ട് അളർന്ന് ശാമുവേലിൻ്റെ എത്ര മുറിക്കണമെന്നുള്ളത് ദൈവത്തിന് എന്തറിയാം, നേരത്തെ അതിനനുസരിച്ചേ മുറിക്കത്തുള്ളൂ. കുറച്ചും മുറിക്കത്തില്ല, കൂടുതലും മുറിക്കത്തില്ല. ആദ്യമേ മുറിക്കാൻ തുടങ്ങിയപ്പോൾ ശാമുവേൽ ഉപവാസം ഇരുന്നു. മുറിക്കാൻ തുടങ്ങിയപ്പോൾ ശാമുവേൽ ഉപവാസം കർത്താവ് പറഞ്ഞു, ശരി ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ, മാറ്റി. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഇവിടെ അല്ല മുറിക്കുക. ആദ്യം കർത്താവ് ഈ ചെറുതായിട്ടാണ് മുറിക്കാൻ നോക്കിയത്. അപ്പോൾ അന്നേരം ഉപവാസം വരുന്നു. അപ്പുറത്ത് ഇവിടെ തൊട്ടാൽ ഇവിടെ, അതുകൊണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഠിനമായിട്ട് ഇവിടെ മുറിക്കാൻ തുടങ്ങുന്നത്. പിന്നെ എവിടാ മുറിക്കാൻ തുടങ്ങുന്നത്? കേൾക്കുന്നോ നിങ്ങൾ? ഇവിടെ മുറിക്കുമ്പോൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തായിരുന്നെങ്കിൽ കുറച്ച് കുറയുമായിരുന്നു. അതില്ല, ഇല്ല കർത്താവേ, ഞാൻ 7 ദിവസം ഉപവാസം ഇരിക്കുക, 22 ദിവസം ഇരിക്കുക. കർത്താവിൻ്റെ ദാസനോട് പറയും, കർത്താവിൻ്റെ ദാസൻ വന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകുക. അപ്പോൾ കർത്താവ് പറയും, പരിശുദ്ധാത്മാ പറയും, ഞാൻ പുറത്തൊന്നും പോകാൻ പോകുന്നവനല്ല, ഞാൻ ദുഷ്ടാത്മാവല്ല, നീ എന്നെ തിരിച്ചറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ അയക്കപ്പെട്ടു വന്ന വാളാണ് ഞാൻ മുറിക്കുന്നത്. കർത്താവിൻ്റെ ദാസന് ശാപമേ പോകുക എന്ന് പറഞ്ഞാൽ പറയും, ഞാൻ ശാപമൊന്നുമല്ല, ഇപ്പം നിങ്ങൾ നിർബന്ധിക്കാൻ, ഞാൻ കുറച്ച് നേരത്തേക്കൊന്ന് ശാന്തമായിട്ടിരിക്കാം, കുറച്ച് കഴിഞ്ഞ് പിന്നെ തുടങ്ങിക്കോളാം.
ഹല്ലേലൂയ. കാരണം നമ്മുടെ പ്രതിഷ്ഠയൊക്കെ കർത്താവിന് അറിയാം. അവനോട് പ്രതിഷ്ഠിച്ചിട്ടുള്ള കർത്താവെ എങ്ങനെയെങ്കിലും എന്നെ നിന്നെപ്പോലെ ആക്കണമെന്ന് പറഞ്ഞത് അവിടെ കിടപ്പുണ്ട്. എന്നെ നിന്നെപ്പോലെ ആക്കണമേ എന്ന് പറഞ്ഞത് എവിടെ ഉണ്ട്? അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ചെറുക കർത്താവ് എന്ത് ചെയ്യുകയാണ്? ഓരോ പണിയും നടത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ അങ്ങനെ മുറിച്ചെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ പൂർണ്ണരായി തീരുകയുള്ളൂ. യെശയ്യാവ് 45:9 വായിച്ചാൽ. യെശയ്യാവ് 45:9. നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ തന്നെ നിർമ്മിച്ചതിനോട് തർക്കിക്കുന്നവന് അയ്യോ കഷ്ടം. നനയ്ക്കുന്നവനോട് ഒരു കലമുണ്ടാക്കുന്നതിന് കലനുറുക്കെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നുറുക്ക് മാത്രമേ ഉള്ളൂ. സൃഷ്ടിതാവിനോട് എന്ത് ചെയ്യുക? അവനോട് എന്ത് ചെയ്യുക? കലഹിക്കുക. ഒന്നുകൂടെ വായിച്ചാട്ട്. കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ തന്നെ നിർമ്മിച്ചതിനോട് തർക്കിക്കുന്നവൻ അയ്യോ കഷ്ടം. മനയുന്നവനോട് കളിമണ്ണ നീ എന്തുണ്ടാക്കുന്നെന്ന് കൈപ്പണി, അവന് കൈയില്ല എന്ന് പറയുമോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ദൈവത്തോടെ കലഹിക്കാതെ കർത്താവേ നീ എന്നെ പണിയണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താൽ ധാരാളം കൃപ നമുക്ക് ലഭിക്കും. യെരമ്യാ 18:1 മുതൽ 6 വരെ വായിച്ചാൽ. യെരമ്യാ 18:1 മുതൽ 6 വരെ. ജെരമ്യാ 18:1-6. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ? ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുകയില്ലയോ? പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താൽ അനേക വാക്യങ്ങളുണ്ട്. ഇന്ന് അനുഗ്രഹത്തിൻ്റെ പ്രസംഗമാണ് പ്രസംഗിക്കുന്നത്. കാരണം ഒരുത്തരും പൂർണ്ണരായി തീരരുത്. അതിനുവേണ്ടി സാത്താൻ കൊണ്ടുവന്ന തന്ത്രമാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ വിടുതൽ പ്രാപിച്ചവരായി കർത്താവിൻ്റെ വചനപ്രകാരം കർത്താവേ എന്നെ പണിയണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് പണിയും. വേദന കൂടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? റോമാലേഖനം 5:17 വായിച്ചാൽ. വേദന കൂടുമ്പോൾ, പ്രയാസം കൂടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വേദന കൂടുമ്പോൾ ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏക നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. കൃപ പ്രാപിച്ച് ജീവനിൽ വാഴുക. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കർത്താവ് കൈയിടുകയാണ്. മക്കളുടെ പ്രയാസം വരുന്നു, ഭാര്യയുടെ പ്രയാസം വരുന്നു, പണത്തിൻ്റെ പ്രയാസം വരുന്നു. കർത്താവേ, വേദന പ്രയാസമാണ്, സഹിപ്പാൻ കഴിവില്ല, കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്തു ചെയ്യണം? കർത്താവേ മാറ്റിത്തരണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ എന്തു ചെയ്യണം? കൃപ തരണമേ, കൃപ തരണമേ. വേദന കൂടുന്ന കർത്താവേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, കർത്താവ് ധാരാളം കൃപ പകർന്ന് നമ്മളെ നടത്തുവാൻ ഒരുക്കമുള്ളവനാണ്. മലാക്കിയുടെ ഒരു പുസ്തകം 3-ാം അധ്യായം. മലാക്കി 3-ാം അധ്യായം.
1 മുതൽ 3 വരെ വായിച്ചാട്ട്. എനിക്ക് മുമ്പായി അതിൻ്റെ 2ഉം 3ഉം വായിച്ചാട്ട്. യഹോവ അരുളിച്ചെയ്യുന്നു, എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതി കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അലക്കുന്നവന്റെ ചാരവെള്ളം പോലെ ആയിരിക്കും. അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. ഇവിടെ കർത്താവ് അലക്കുന്നവന്റെ ചാരവെള്ളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കർത്താവ് നമ്മളെ നല്ലവണ്ണം അലക്കും. ഇപ്പോഴാണെങ്കിൽ ഈ വാഷിംഗ് മെഷീനൊക്കെ ഉള്ള കാലമാണല്ലോ, നിങ്ങൾക്കത് കാണത്തില്ല. പണ്ട് കാലങ്ങളിൽ ഞങ്ങളുടെ കാലത്ത് ഇപ്പോഴും ഉണ്ടായിരിക്കാം ഈ ഡോബിമാർ, അവർക്ക് മലയാളത്തിൽ അലക്കാർ, അവരുടെ തുണി അലക്കാൻ കൊടുത്താൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വൈകിട്ട് വലിയ കലത്തിനകത്ത് വെച്ച് വെള്ളവും ഇട്ട് അതിനകത്ത് സോഡയൊക്കെ ഇടും. സോഡ ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കും. രാവിലെ അതെടുത്തിട്ട് നദിക്കകത്തുള്ള കല്ലിലിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? എങ്ങനെയാ ചെയ്യുന്നത്? നല്ലവണ്ണം അടിച്ച് അതിനെ എന്തു ചെയ്യും? വൃത്തിയാകും. കർത്താവ് ചിലപ്പോൾ നമ്മളെ അലക്കും നല്ലപോലെ. ഞാൻ പറഞ്ഞു കേട്ടോ, ഈ ഡോബി അഴുക്കുന്നതിന് നമ്മൾ തന്നെ കഴുകുകയാണെങ്കിൽ വളരെ സ്നേഹത്തോടെ കഴുകത്തുള്ളൂ. എന്നാൽ ഡോബി അലക്കുകാരൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നീ കരച്ചാലും സാരമില്ല, നിൻ്റെ അഴുക്കെല്ലാം കറ മാറിയേ ഞാൻ വിടത്തുള്ളൂ. അതുപോലെ കർത്താവ് നമ്മളെ എന്തു ചെയ്യും? അലക്കും. എന്നാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ ഫിറ്റാകത്തുള്ളൂ. നമ്മൾ ഒത്തിരി സ്വയമുണ്ട്. ഈ സ്വയമൊക്കെ അലക്കി എന്തു ചെയ്യണം? മാറ്റണം. വെള്ളി ഉരുക്കുന്നത് പോലെ ഉരുക്കും. ഞാൻ ആ തട്ടാൻ്റെ അടുക്കൽ പോയിട്ട് ഇതെങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ട്. അവർ വെള്ളിയെല്ലാം ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഉരുക്കും, അടിയിൽ തീ കൊടുക്കും, അതിങ്ങനെ ഉരുക്കും. അപ്പം ഞാൻ ആ തട്ടാനോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നല്ലപോലെ ഉരുകിയതെന്ന് മനസ്സിലാകുന്ന പറയുമ്പോൾ, ഞാൻ നോക്കുമ്പോൾ ഉരുകിക്കിടക്കുന്ന വെള്ളിയിൽ വെള്ളം പോലെ കിടക്കുന്ന മുഖം മുഴുവനും നല്ല ഭംഗിയായി കാണാമെങ്കിൽ മനസ്സിലാകും ഉരുകി അതിൻ്റെ കിട്ടമെല്ലാം അങ്ങ് താഴെ പോയി. അപ്പോൾ ആ നല്ല വെള്ളി മാത്രം വേറൊരു പാത്രത്തിലേക്ക് എടുക്കും. അതുപോലെ നാം ഓരോരുത്തരെയും ഉരുക്കി, നമ്മുടെ ജഡത്തെ മുഴുവനും ഉരുക്കി, ജഡീയ സ്വഭാവങ്ങളെ ഉരുക്കി നമ്മളെ സ്വർഗീയന്മാരാക്കി തീർത്തേ മതിയാകുകയുള്ളൂ. അങ്ങനെ ആക്കുമ്പോഴാണ് ദൈവസ്നേഹം നമ്മിൽ ധാരാളമായി പകരപ്പെടുന്നത്. അത് ഒരുക്കുന്നത് വളരെ വേദനയുള്ളതാണ്. അപ്പോൾ എന്തു ചോദിക്കണം? കർത്താവേ കൃപ തരണമേ. എന്തു ചോദിക്കണം? കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. നിങ്ങൾ സമർപ്പിക്കപ്പെട്ടവരാണ്. ഒരുക്കുന്ന ഉടനെ ഓടിപ്പോവുകയാണെങ്കിൽ കർത്താവ് നിങ്ങളെ ഓടിച്ചിട്ട് പിടിക്കുന്നവനുമാണ്. കാരണം നിങ്ങളുടെ ആദ്യത്തെ പ്രാർത്ഥന ആര് കേട്ടിട്ടുണ്ട്? കർത്താവ് കേട്ടിട്ടുണ്ട്. നിങ്ങൾ സുബോധത്തോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവ് കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഓടിച്ചിട്ട് പിടിക്കുന്നവനാണ്. വായിച്ചാട്ട് എസെക്കിയേൽ 22:18 മുതൽ 20 വരെ വായിച്ചാട്ട്. എസെക്കിയേൽ 22:18 മുതൽ 20 വരെ. ചില വിചാരിക്കും ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിന് വരാതിരുന്നാൽ നല്ലതായിരുന്നു. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിന് വരാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഏതായാലും ഇതെല്ലാം കേട്ട് കഴിഞ്ഞിനി എങ്ങനെയാണ് പോകുന്നത്? വായിച്ചാട്ട് എസെക്കിയേൽ 22:18 മുതൽ 20 വരെ വായിച്ചാൽ. 18 മുതൽ 20 വരെ. മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെള്ളിത്തീയവും ഇരുമ്പും കർത്തീയവും തന്നെ. അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കൊണ്ട് ഞാൻ നിങ്ങളെ യെരൂശലേമിൻ്റെ നടുവിൽ കൂട്ടും. വെള്ളിയും താമ്രവും ഇരുമ്പും കർത്തീയവും വെളുത്തീയവും ഉലയുടെ നടുവിലിട്ട് ഊതി ഉരുക്കുന്നത് പോലെ ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും നിങ്ങളെയും കൂട്ടി ഉരുക്കും. ഞാൻ നിങ്ങളെ കൂട്ടി എൻ്റെ ക്രോധാഗ്നിയെ നിങ്ങളുടെ മേൽ ഊതും. ഇവിടെ കർത്താവ് പറയുന്ന ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞ് അവരെ ഉരുക്കുമെന്നാണ് പറഞ്ഞത്. അവർ ചിലർ വെളുത്തീയം, ചിലർ കർത്തീയം, ചിലർ ചെമ്പ്,
ചിലത് ഇരുമ്പായി. പൊന്നുപോലിരിക്കേണ്ടിയവർ. ഈ ഈയം 120 ഡിഗ്രിക്ക് എന്ത് ചെയ്യും? ഉരുകും. എന്നാൽ ഈ ഇരുമ്പുണ്ടല്ലോ 2500 ഡിഗ്രി വേണം ചൂട്. നിങ്ങൾക്ക് ചെറിയ പരിശോധന വരുമ്പോൾ ഉരുകുകയാണെങ്കിൽ നല്ലതാ. അവിടുന്ന് ഓടിപ്പോയാൽ 120 ഡിഗ്രി 500 ഡിഗ്രിയാ. പിന്നെ 500 പകരം പിന്നെ എങ്ങനെയാ? 1000. 2500 കൊടുന്ന് ഉരുക്കിയേ വിടത്തുള്ളൂ. കാരണം ഉഭയസമ്മതം ചെയ്തതാ, വില കൊടുത്തതാ. അന്നേരം സുബോധത്തോട് പറഞ്ഞതാ, കർത്താവേ എന്നെ നിന്നെ പോലെ ആക്കണം. കേൾക്കുന്നോ? നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ ക്ലാസ് എത്ര കഠിനമാണ്. പക്ഷേ ഇതാണ്, ഈ മരുന്നേ നിങ്ങൾക്ക് സൗഖ്യം നൽകത്തുള്ളൂ. ആത്മീയ സൗഖ്യം വേണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ ശരീരമായി തീരണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ. നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനെന്നറിയാം? സങ്കീർത്തനം 66 വന്നാട്ടെ. നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനാണ്? നമ്മുടെ അപ്പന് മക്കളെ വളർത്താനറിയാം. നമ്മുടെ അപ്പന് എന്ത് ചെയ്യാനറിയാം? മക്കളെ വളർത്താനറിയാം. എങ്ങനെയാണ്? സങ്കീർത്തനം 66 10 മുതൽ 12 വരെ വായിച്ചാൽ. Psalm 66 verse 10 to 22, 10 to 12. നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. വിടുപിടിക്കുന്ന ദൈവം എന്ത് ചെയ്തു? എന്താ? വലയിലാക്കിയിരിക്കുക. ഇന്ന് പലരും വലയിൽ കിടക്കുക. വിചാരിക്കുന്ന സാത്താനാക്കിയിരിക്കുന്ന അല്ല. കർത്താവിൻ്റെ ദാസന്മാരോട് പോയി പറയും, കർത്താവിൻ്റെ ഒന്ന് പ്രാർത്ഥിച്ച ഈ വലയൊന്ന് പൊട്ടുന്ന വലയല്ല ഇത്. ആരുടെ വലയാ? ദൈവം നിന്നെ വലയിലാക്കിയിരിക്കുക. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. ഭാരം മാറ്റുന്ന യഹോവ മുതുകത്ത് എന്ത് ചെയ്തിരിക്കുക? വലിയ ഭാരം വെച്ചിരിക്കുക. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങളുടെ മനുഷ്യരെ കേൾക്കാത്തതും കാണാത്തതും എല്ലാം പറയുക. മനുഷ്യരെ നിങ്ങളുടെ തലയിൽ എന്ത് ചെയ്തു? ഓക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. എങ്കിലും നീ ഞങ്ങളെ എവിടെ കൊണ്ടുവന്നിരിക്കുന്നു? സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെ വലയിൽ അകറ്റുന്നത് നമ്മളെ നശിപ്പിക്കാനല്ല. എബ്രായലേഖനം 12:6 മുതൽ 11 വരെ അത് വായിച്ചാട്ട്. എബ്രായലേഖനം 12:6 മുതൽ 11 വരെ. കാരണം ഇന്ന് ഒടുവിലത്തെ ദിവസമായതുകൊണ്ട് വാക്യങ്ങൾ അങ്ങ് തരികയാണ്. നിങ്ങൾ തന്നെ പോയി ശ്രദ്ധിച്ച് വായിച്ചാട്ട്. എബ്രായലേഖനം 12:6 മുതൽ വായിച്ചാട്ട്. കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളു? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലേടന്മാർ അത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. നമ്മുടെ ഗുണത്തിനായി തന്നെ അവൻ ചെയ്യുന്നു. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല. ഏത് പ്രവൃത്തിയും ആർക്കും മുറിക്കുക ഇത് സന്തോഷകരമായിട്ടുള്ളതല്ല. ദുഃഖകരമെന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഹല്ലേലൂയ. ഒരു പരീക്ഷ വന്നു അതിനൊരു അഭ്യാസം വന്നവർക്ക് എന്തു വരും? നീതി. അപ്പോൾ പ്രിയ സഹോദര, നീ പരിശോധനയിൽ കൂടെ പോകുന്ന ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നീ പരിശോധനയിൽ കൂടെ പോകുന്നത് നീ അവൻ്റെ മകനായതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശോധന വരുമ്പോൾ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ പ്രാസംഗികരുടെ പ്രസംഗം കേട്ട് നിങ്ങൾ തെറ്റിപ്പോകരുത്. അവർക്ക് വചനം അറിഞ്ഞുകൂടാ. അവരുടെ മേലുള്ള അഭിഷേകം സ്വർഗീയമായ അഭിഷേകം അല്ലവേ അല്ല. സ്വർഗീയ അഭിഷേകമാണെങ്കിൽ യഥാർത്ഥ വചനം പറയും.
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതല്ലാതെ വേറൊരു പരിപാടി ഇല്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ വായിച്ചാട്ട് അവനെ ഏത് മാർഗത്തിലൂടെ കർത്താവ് നടത്തിയത്? എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 7 മുതൽ വായിച്ചാൽ, ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോട് കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ എന്ത് ചെയ്തു? അനുസരണം പഠിപ്പിച്ചു. അപ്പോൾ പുത്രന് അങ്ങനെയാണ്. അത് ഗെത്സമനായിലെ മറ്റു കാര്യങ്ങളുണ്ട്, അതെല്ലാം വിവരിക്കാൻ ഇപ്പോൾ സമയമില്ല. എബ്രായ ലേഖനം 2:10 വായിച്ചാൽ. എബ്രായ ലേഖനം 2:10. സകലത്തിനും കാരണഭൂതനായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഹല്ലേലൂയ. കഷ്ടാനുഭവങ്ങളാൽ യുക്തമാക്കുന്നത്. ഇനിയും 2 പത്രോസ് 5:10 വായിച്ചാൽ. ഇതൊന്നും വിവരിക്കാൻ സമയമില്ല. നിങ്ങൾക്ക് വാക്യം തന്നാൽ നിങ്ങൾക്ക് തന്നെ വായിച്ച് പരിശുദ്ധാത്മാവിൽ കൂടെ പഠിക്കാമല്ലോ. 1 പത്രോസ് 5:10. 1 പത്രോസ് 5:10. 2 പത്രോസ് അല്ല, ക്ഷമിക്കണേ, 1 പത്രോസ് 5:10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. യഥാസ്ഥാനപ്പെടുത്തണമെങ്കിൽ കഷ്ടം വേണം, ഉറപ്പിക്കണമെങ്കിൽ കഷ്ടം വേണം, ശക്തീകരിക്കണമെങ്കിൽ എന്ത് വേണം? കഷ്ടം വേണം. കേൾക്കുന്നോ നിങ്ങൾ? എന്നാൽ കർത്താവിൻ്റെ ദാസന്മാർക്ക് ഒരു ഡിഗ്രി കൂട്ടി വച്ചിട്ടുണ്ട്. 2 കൊരിന്ത്യർ 1:4 മുതലൊന്ന് വായിച്ചാട്ട്. കർത്താവിൻ്റെ ദാസന്മാരായി വേലയിലായിരിക്കുന്നവർക്ക് ഒരു ബോണസ് കൊടുത്തിട്ടുണ്ട്. ആ ബോണസ് എന്താണെന്ന് നോക്കിയാൽ 2 കൊരിന്ത്യർ 1:4 മുതൽ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവിടെ എന്തെഴുതിക്കുക? നിങ്ങളുടെ. പ്രിയ കർത്താവിൻ്റെ ദാസന്മാരെ, നമ്മൾ പൂർണ്ണത പ്രാപിക്കേണ്ടതിന് വേണ്ടി നമ്മൾ കഷ്ടം സഹിക്കണം. എന്നാൽ നമ്മുടെ കൂടെയുള്ള വിശ്വാസി സഹോദരന്മാരെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി നമ്മൾ കൂടുതൽ കഷ്ടങ്ങളിൽ കൂടെ പോയേ ഒക്കുള്ളൂ. എന്തുകൊണ്ടാണ്? എന്നാൽ മാത്രമേ അവരോട് സഹോദരി, ഞാനും ഈ കഷ്ടത്തിൽ കൂടെ പോയതാണ്, ഞാനും ഈ നിന്ദയിൽ കൂടെ പോയതാണ്, നീ ഭാരപ്പെടാതെ ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞ് അതിന് 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 1:4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. അതിൻ്റെ കീഴ്പോട്ടുള്ള വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 4. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികളെന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പോൾ ഞങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, ചിലപ്പോൾ കഷ്ടം വളരെ കൂടും. എന്തിനാണ്? നമ്മിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ തന്നെ ആശ്രയിക്കണം. അതുകൊണ്ടാണ് കൊലോസ്യർ 1:24 വായിച്ചാൽ പൗലോസ് പറയുന്നു. കൊലോസ്യർ 1:24, കൊലോസിയൻസ് 1:24.
അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ സന്മുഖ ദൂതൻ അവരെ രക്ഷിച്ചു. തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ഇതേം ശമൂവേലാണ്. ശമൂവേൽ ആരുടെ കയ്യിലാണ് വെച്ചിരിക്കുന്നത്? യോഹന്നാൻ 10:27-28 വായിച്ചാൽ. യോഹന്നാൻ 10:27-28. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ശമൂവേലോ അല്ലെ നിങ്ങൾ ഓരോ എത്ര കഷ്ടത്തിൽ പോയാലും, കഷ്ടത്തിൽ തീച്ചുളയിൽ പോയാലും ഇരിക്കുന്നത് അവൻ്റെ കരത്തിലാണ്. എത്ര പേര് കേട്ടിത്? പുത്രൻ്റെ കരം, അതിൻ്റെ കീഴെ ആരുടെ കരമുണ്ട്? പിതാവിൻ്റെ കരം. യെശയ്യാവ് 49:15-16 കൂടെ വായിച്ചാൽ. യെശയ്യാവ് 49:15-16. ഐസിയ 49:15-16. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. എല്ലാവരും ഇങ്ങോട്ട് നോക്കണേ. ഇത് കഷ്ടത്തിൻ്റെ തീയാണ്. ഇത് വെള്ളമാ വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? കഷ്ടത്തിൻ്റെ തീയിൽ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. എന്നെ ഒരുക്കുന്നത് അവൻ്റെ കയ്യിൽ വെച്ചാ ഒരുക്കുന്നത്. എവിടെ വെച്ചാ ഒരുക്കുന്നത്? അവൻ്റെ കയ്യിൽ വെച്ചാണ്. അപ്പോൾ ചൂട് ആദ്യം വരുന്നത് എവിടെയാ? അവൻ്റെ കയ്യിലാണ് വരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പിതാവ് നമ്മളെ എത്ര സ്നേഹിക്കുന്നു. പ്രിയ സഹോദര, സഹോദരി, നിനക്ക് വരുന്ന ചൂടിൻ്റെ ആ കഠിനത അവൻ്റെ കരത്തിലാണ് ആദ്യം വരുന്നത്. ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്. അനേക തീച്ചുളയിൽ കൂടെ പോയി. അപ്പോഴെല്ലാം ഞാൻ അവൻ്റെ കരത്തിലായിരുന്നു. അവൻ ഒരിക്കലും നിന്നെ തീച്ചുളയിൽ നേരിട്ടിടത്തില്ല. തീച്ചുളയിൽ പോകുമ്പോൾ അവൻ്റെ കരത്തിലാണ് ആദ്യം. ആ ചൂട്, ഞാൻ സത്യമാണ് നിങ്ങളോട് പറയുന്നത്. ഇത് മാത്രമേ ഉള്ളൂ സത്യം. അവൻ നമ്മെ അവൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ ബലത്തിലല്ല ഈ കഷ്ടങ്ങളെ നേരിട്ടത്. ഈ കഷ്ടങ്ങളെ നേരിട്ടതെല്ലാം അവൻ്റെ കരത്തിലിരുന്നു കൊണ്ടാണ്. രോഗങ്ങൾ, ദുഃഖങ്ങൾ, നിന്ദകൾ, അപമാനം, പട്ടിണി, ജയിൽ, എന്തെല്ലാമല്ലോ. അപ്പോഴെല്ലാം ഞാൻ അവൻ്റെ കരത്തിലായിരുന്നു. അവൻ്റെ കരത്തിലിരുന്നു കൊണ്ടാണ് ഞാൻ ഇതെല്ലാം അനുഭവിച്ചത്. ഹല്ലേലൂയ. എന്തിനാണ് ഇവൻ കഷ്ടപ്പെടുത്തുന്നത്? വല്ലവിധേനയും എന്നെയും നിങ്ങളെയും അവൻ്റെ ശരീരത്തിൻ്റെ ഒരു അംഗമാക്കി തീർത്തിട്ട് അവനുമായി നിത്യമായി വാഴുവാൻ നമ്മളെ ഒരുക്കുവാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് റോമർ 8:28 പറയുന്നത്, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയമുള്ളവരെ, പാലായിലുള്ളവരെ, ഇതാണ് സത്യ സുവിശേഷം. മായം ചേർക്കാത്ത പാല്. നമ്മുടെ കഷ്ടങ്ങളിലൊക്കെയും അവൻ നമ്മളോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നു. പിന്നെ പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? ഫിലിപ്പിയ ലേഖനം 1-2 വാക്യങ്ങൾ വായിച്ചിരുന്നിരിക്കാം. ഫിലിപ്പിയ ലേഖനം 4:4 വായിച്ചാട്.
നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും എന്താണുള്ളത്? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. നമ്മുടെ കുടുംബത്തിലുള്ളത് എന്താണ്? സന്തോഷമാണ് എപ്പോഴും, പിറുപിറുപ്പല്ല. എന്താണ്? സന്തോഷം. എപ്പോഴും സന്തോഷിപ്പീൻ. ഇനിയും അതിൻ്റെ 4:6 വായിച്ചാട്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഈ വാക്യം ഇന്നത്തെ അനേക പ്രാസംഗികന്മാരെടുത്ത് അവരുടെ ഇഷ്ടത്തിന് വെട്ടിമറിച്ച് പറയാണ്. ഈ വാക്യം നിൻ്റെ ആവശ്യങ്ങൾ, തേങ്ങായ്ക്കും അരിക്കും കപ്പയ്ക്കും വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചു, ആവശ്യങ്ങൾക്കല്ല. പ്രിയമുള്ളവരെ, ഒരു ആത്മീക മനുഷ്യൻ്റെ ആവശ്യം എന്താണ്? എനിക്കെൻ്റെ യേശുവിനെ പോലെ ആയിത്തീരണം. പുറമേയുള്ള മനുഷ്യൻ കുറയണം, അകമേയുള്ള മനുഷ്യൻ വളരണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നതിനാൽ എവിടുത്തെ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്? സ്വർഗീയ സ്ഥലങ്ങളിലെ കാര്യമാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെല്ലാം ആരറിഞ്ഞിരിക്കുന്നു? നമ്മൾ പറയുന്നതിന് മുൻപേ പിതാവ് അറിഞ്ഞു. അതുകൊണ്ട് ഈ പ്രാസംഗം, ഈ വചനമെടുത്ത് പറയുന്നവരെ അവർക്ക് വേദവസ്തു അറിഞ്ഞുകൂടാ, കളിപ്പീരുകാരാണവർ. ദൈവഭക്തി ആദായസൂത്രമായി പണമുണ്ടാക്കാൻ കയറി വന്നിരിക്കുന്നവർ, ബിസിനസ്സുകാരാണവർ. പരിശുദ്ധാത്മാവിനെ അവർക്ക് അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവ് അവരിലില്ല. അവർ പറയുന്ന അന്യഭാഷ വേറെ ആത്മാവിൻ്റെ അന്യഭാഷയാണ്, ദൈവാത്മാവിലല്ലത്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്? ഒരു യഥാർത്ഥ ഭക്തൻ്റെ ആവശ്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. എന്താണ്? ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ അവനെ അറിയണം, അവൻ്റെ കഷ്ടങ്ങളിൽ കൂട്ടായ്മയായിക്കണം. ഹല്ലേലൂയ. നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചെങ്കിൽ മാത്രമേ അവനോടുകൂടെ എന്തു ചെയ്യുള്ളൂ? തേജസ്കരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമുക്കാവശ്യം കൃപ. എന്താണ് വേണ്ടിയത്? കർത്താവേ കൃപ തരണമേ, കർത്താവെ കൃപ തരണമേ, കർത്താവെ കൃപ തരണമേ. ഈ തീച്ചുള മാറ്റാതെ കർത്താവെ ഇതിൽ കൂടെ പോകാനുള്ള കൃപ തരണമേ. ഈ രോഗത്തിൽ കൂടെ പോകുമ്പോൾ കൃപ തരണമേ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷമാണ് വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ രോഗം വരുമ്പോഴും എന്താണ്? സന്തോഷം. പട്ടിണി വരുമ്പോഴും സന്തോഷം. എപ്പോഴും സന്തോഷിക്കും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഒന്ന് സ്നേഹം, രണ്ടെന്താണ്? സന്തോഷം എപ്പോഴും. ഇനി നമ്മുടെ കുടുംബത്തിൻ്റെ പേരെന്താണ്? 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 19 വായിച്ചാൽ നമ്മുടെ പേര്, കുടുംബപ്പേര് എന്താണ്? അതുകൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. കുടുംബത്തിന് കിട്ടുന്ന പേരും പരിസ്ഥിതി. 1 കൊരിന്ത്യർ 4:19 വായിച്ചാട്ട്. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം 1 കൊരിന്ത്യർ 4:9 മുതൽ വായിച്ചാൽ 19 അല്ല 9 പോലെ. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കയാൽ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനരത്രേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും. നമ്മുടെ സ്ഥാനപ്പേരെന്താണ്? ലോകത്തിന്റെ ചവർ. ഇന്ന് വരെയും സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. അതിന്റെ കീഴ്പോട്ട് 16 വരെ വായിച്ചാൽ. നിങ്ങളെ നാണിപ്പിപ്പാനല്ല, എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇതെഴുതുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ആകയാൽ എന്റെ അനുകാരികളാകുവിനെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എന്റെ അനുകാരികളാകുവിൻ, ഫോളോ മീ. പൗലോസ് ഇപ്പോൾ പറയുന്നത് ഫോളോ ക്രൈസ്റ്റ് എന്നല്ല, യേശുവിൻ്റെ പിന്നാലെ പോകാനല്ല പറയുന്നത്. എന്താ പറയുന്നത്?
ധൈര്യത്തോടെ എൻ്റെ അങ്ങനെ ധൈര്യം എന്താ? പൗലോസ് നല്ലവണ്ണം അറിയാം ഞാൻ ആരുടെ പിന്നാലെ പോകുന്നു, യേശുവിൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളത് പൂർണ്ണ ഉറപ്പാർക്കുണ്ട്, പൗലോസിനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ പിന്നാലെ വാ. ലോകത്തിലെ പേരല്ല സ്വർഗീയ കുടുംബത്തിന് ലഭിക്കുന്നത്. സ്വർഗീയ കുടുംബത്തിന് ഈ ലോകത്തിൽ ലഭിക്കുന്ന പേരാണ് ചപ്പും കുപ്പയും ചവറും സകലത്തിനും മാനഹീനരെ നിന്നയും അപമാനമാണ്. അതിനാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത് പാളയത്തിന് പുറത്ത് പോയി എന്ത് ചെയ്യണം? കഷ്ടമനു അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് നമുക്ക് പാളയത്തിന് പുറത്തേക്ക് പോകാം. പ്രിയ സഹോദര, ക്രൂശ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ എവിടെയാണ് പോകേണ്ടത്? പാളയത്തിന് പുറത്ത്. അത് വായിച്ചാട്ട് എബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ 14 മുതലോട്ടാണ് വായിച്ചാട്ട്. ആകയാൽ നാം അവൻ്റെ 12 മുതൽ വായിക്കും. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ പ്രിയമുള്ളവരെ, ഇന്ന് അനേകർക്ക് വരുന്ന ഭാരം അവർ ക്രൂശ് എടുത്ത് പാളയത്തിന് ചുറ്റും നടക്കുക. പാളയത്തിനകത്ത്, പാളയം എന്ന് പറഞ്ഞാൽ പട്ടണത്തിനകത്ത് ആ കാലങ്ങളിൽ രാജാക്കന്മാർ പാർക്കുമ്പോൾ അവരുടെ ജനങ്ങൾക്ക് ചുറ്റുപാടും വലിയ കോട്ടയുണ്ടായിരിക്കും. ആ കോട്ടയ്ക്കുള്ളിലെ കാര്യമാണ് പാളയം എന്ന് പറയുന്നത്. പാളയത്തിന് പുറത്തായിരിക്കും. അന്ന് ഈ ടോയ്ലറ്റ് ഒന്നുമില്ലല്ലോ, ഈ ഫ്ലഷ് ഔട്ട് ലൈറ്റൊന്നുമില്ല. അതുകൊണ്ട് ലാട്രിനും ടോയ്ലറ്റെല്ലാം മലവും മൂത്രവും എല്ലാം വെളിയിലാണ് എറിയുന്നത്, ചത്ത പട്ടിയെയും പൂച്ചയും. അപ്പോൾ പാളയത്തിന് പുറത്ത് എന്താ കിടക്കുന്നത്? മലവും മൂത്രവും ചത്ത പട്ടിയൊക്കെ കിടക്കുക. പാളയത്തിനകത്തെല്ലാവരും, ഇന്ന് ദൈവമക്കളെല്ലാവരും പാളയത്തിനകത്ത് ആ കോമ്പറ്റീഷൻ. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ അവാർഡ് കൊടുക്കുന്നു. ചിലയിടത്തൊക്കെ എന്നെ വിശ്വാസത്തിൻ്റെ അവാർഡ് കൊടുക്കുന്നു, മിഷണറി അവാർഡ് കൊടുക്കുന്നു. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവാർഡ് കൊടുക്കുക. ഇപ്പോൾ ഒരാൾ 100 മീറ്റർ ഓടിക്കൊണ്ടിരിക്കുമ്പം പറയാം, നില്ല് നിനക്ക് ഞാൻ എന്ത് തരട്ടെ? അവാർഡ് തരട്ടെ. ഓട്ടം തീരുന്നത് എപ്പോഴാണ് സഹോദര? നിൻ്റെ പ്രാണൻ നിൻ്റെ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴാണ്. ഇന്ന് പാളയത്തിനകത്താണ്. പാളയത്തിന് പുറത്തുള്ള എല്ലാവരുടെ മേലും ക്രൂശുണ്ട്, അവരുടെ ക്രൂശുണ്ട്. നിനക്ക് ക്രൂശ് ഭാരമായി തോന്നുന്നത് എവിടെ ആയതുകൊണ്ടാണ്? നീ പാളയത്തിനകത്താ. പുറത്തു വന്നാൽ ക്രൂശുണ്ട്. പാളയത്തിന് പുറത്തു വന്നാൽ ഗോൽഗോത്താ വരെ പോകും. അവിടെ ചെന്ന് ക്രൂശ് ഇറക്കി വയ്ക്കും, ഓട്ടം തീരും. ഹല്ലേലൂയ. ഇതാണ് സത്യസുവിശേഷം. ഇതല്ലാതെ വേറൊരു സുവിശേഷമില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പിതാവിൻ്റെ മക്കളായി തീരുന്നത്. അപ്പോൾ എത്ര കഷ്ടം വന്നാലും കൃപയാൽ സന്തോഷിച്ചുകൊണ്ട്, എപ്പോഴും ആനന്ദിച്ചുകൊണ്ട്, രോഗം വരികയാണെങ്കിലും ആനന്ദം, പട്ടിണി വരികയാണെങ്കിലും ആനന്ദം. ഞാൻ രോഗം അനുഭവിച്ചുകൊണ്ട്, പട്ടിണി അനുഭവിച്ചുകൊണ്ട്, ഉപദ്രവിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എത്ര ക്രൂരമായി എന്നെ അടിച്ചിട്ട് ഒരിക്കൽ പോലും ഞാൻ കരഞ്ഞിട്ടില്ല. എനിക്ക് കരയാൻ തോന്നിയിട്ടില്ല. സന്തോഷമാണത്. എൻ്റെ യേശുവിന് വേണ്ടി ഇത്രയും സഹിക്കാനിടയായല്ലോ. പട്ടിണി കിടന്നിട്ടുപോലും ഞങ്ങൾ കരഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും. ആകയാൽ അതെന്തുകൊണ്ട് സഹിച്ചു? കൃപ. അതുകൂടാതെ എന്നെ കർത്താവ് എവിടെ വഹിച്ചു? അവൻ്റെ കരത്തിൽ വഹിച്ചു. അവൻ തൻ്റെ കരത്തിൽ നിങ്ങളെ വഹിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. തൻ്റെ ആത്മാവിൽ കൂടെ സന്തോഷം നൽകുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ആ സമയത്ത് നമ്മൾക്ക് ഈ ഭൂമിയിൽ എന്താണ് വേണ്ടത്? സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? എനിക്ക് ആരെയാണ് വേണ്ടിയത്? 73-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു. വായിക്കാം. എനിക്കെന്താ വേണ്ടിയത്? വായിച്ചാട്ട് 73-ാം. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. 71-ാം സങ്കീർത്തനത്തിൻ്റെ 25-ാം വാക്യം. വായിച്ചാട്ട്. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്? തേങ്ങായും കപ്പയും മാങ്ങായും അല്ല, ജോലിയല്ല, പണമല്ല. എനിക്ക് നിന്നെ പോലെ ആയിത്തീരണം. എനിക്ക് കൃപ തരണം. എൻ്റെ ജഡസ്വഭാവം മാറ്റണം. എൻ്റെ അസൂയ സ്വഭാവം മാറ്റണം. എൻ്റെ പറ്റുമാനം മാറ്റണം. എന്നെ നിന്നെ പോലെയാക്കണം. എന്നെ നിന്നെ പോലെയാക്കണം. ഹല്ലേലൂയ. ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്,
കഥ പറയുകയല്ല. കൃപയാൽ വലിയ വില കൊടുപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. അവൻ എന്നെ നിർത്തിയതുകൊണ്ട് നിന്നു, എൻ്റെ മിടുക്കൊണ്ടല്ല. അവൻ എന്നെ നിർത്തിയത് കൊണ്ട് മാത്രം നിന്നു. എന്നെ നിർത്തുവാൻ കഴിയുണ്ടെങ്കിൽ നിങ്ങളെ നിർത്തുവാൻ അവൻ കഴിവുള്ളവനാണ്. എത്ര ഉപദ്രവങ്ങൾ വന്നാലും, എത്ര പട്ടിണി വന്നാലും, എത്ര നിന്ന വന്നാലും, എത്ര അപമാനം വന്നാലും നിങ്ങളെ നിർത്തുവാൻ അവൻ കഴിവുള്ളവനാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മൾക്ക് അവരോട് പറയാം, കർത്താവേ നീ എന്നെ പണിയണമേ. എന്ത് കഷ്ടം വന്നാലും നിൽപ്പാൻ എനിക്ക് കൃപ തരണമേ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വേദനയ്ക്ക് പ്രയാസമാകുമ്പോൾ കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ, എനിക്ക് സഹിപ്പാൻ കഴിവില്ല, കൃപ തരണമേ. അപ്പോൾ ധാരാളമായി കൃപ പ്രാപിച്ചുകൊണ്ട് പിന്നെ സാത്താൻ്റെ മുഖത്ത് നോക്കി പറയാൻ നോക്കും, ഇനി നിനക്ക് വല്ലതും ഉണ്ടോ എനിക്കെതിരായി കൊണ്ടുവരുവാൻ? അവൻ പറയും, ഒരായുധങ്ങളും ഇനിയില്ല. ഹല്ലേലൂയ. നീ ജയിച്ചവനായി സിംഹാസനത്തിരിക്കുമ്പോൾ സാത്താൻ പറയണം, എൻ്റെ സകല ആയുധങ്ങളും ഞാൻ ഇവനെതിരെ ഉപയോഗിച്ചു, ഇവൻ ജയിച്ചു. ഹല്ലേലൂയ. നിന്ന ഉപയോഗിച്ചു, അപമാനം ഉപയോഗിച്ചു, എല്ലാം ഉപയോഗിച്ചു, എല്ലാ ആയുധങ്ങളും ഇവന് നേരെ ഉപയോഗിച്ചു, ഇവൻ ജയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ തരുവാൻ കർത്താവ് ഒരുക്കം, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കാൻ ഒരുക്കം, തൻ്റെ കരങ്ങളിൽ വഹിക്കാൻ പിതാവാകുന്ന ദൈവം ഒരുക്കം. സമർപ്പിക്കുമോ? നിങ്ങളെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുമോ? കർത്താവേ നീ എന്നെ പണിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണക്കി പ്രാർത്ഥിക്കാം ഒരു യഥാർത്ഥ സമർപ്പണത്തിലേക്ക്. കർത്താവേ, ഇതുവരെ എനിക്ക് വചനം ശരിയായിട്ട് അറിഞ്ഞുകൂടായിരുന്നു, ഇന്നെനിക്ക് മനസ്സിലായി. ഇതാ ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്ത് കഷ്ടങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വാതന്ത്ര്യമായി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ കൃപ തരണം, ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. നിൻ്റെ കൃപ എൻ്റെ മേൽ പകരണമേ. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ കൃപ എൻ്റെ മേൽ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹിപ്പാൻ എനിക്ക് ബലമില്ല, നിൻ്റെ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സമർപ്പിക്കുന്നു. ഓരോരുത്തർ പ്രാർത്ഥിച്ചാൽ, കർത്താവിനോട് തുറന്ന് പ്രാർത്ഥിച്ചാൽ, എന്നെ നിന്നെപ്പോലെ ആക്കണം, എന്നെ നിന്നെപ്പോലെ ആക്കണം. എത്ര എന്നെ അറുത്ത് മുറിക്കാം അത്രയും അറുത്ത് മുറിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. എന്നെ നിന്നെപ്പോലെ ആക്കണം, എന്നെ നിന്നെപ്പോലെ ആക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തു ഞാൻ നിനക്കായിനി ചെയ്തിടേണ്ടു, സ്വന്ത ജീവനാൽ നീ എന്നെ വീണ്ടുവല്ലോ. എന്തു ഞാൻ നിനക്കായിനി ചെയ്തിടേണ്ടു, പരിഹാസങ്ങൾ നിന്നെയാതേൽക്കേണമോ. പരിതാപമായി പാരിൽ ഞാൻ പാർക്കേണമോ. പരിഹാസങ്ങൾ നിന്നെയാതേൽക്കേണമോ. പരിതാപമായി പാരിൽ ഞാൻ പാർക്കേണമോ. പരിതാപമായി പാരിൽ ഞാൻ പാർക്കേണമോ. എന്തു ഞാൻ നിനക്കായിനി ചെയ്തിടേണ്ടു, സ്വന്ത ജീവനാൽ നീ എന്നെ വീണ്ടുവല്ലോ.
വീണ്ടുവല്ലോ എന്തു ഞാൻ നിനക്കായി നീ ചെയ്തിടേണ്ടു. പീഡകൾ പെരുകിലും ഭയമില്ലായേ, പാടുകൾ നിൻ കൂടെ സഹിച്ചിടും ഞാൻ. പീഡകൾ പെരുകിലും ഭയമില്ലായേ, പാടുകൾ നിൻ കൂടെ സഹിച്ചിടും ഞാൻ. പാടുകൾ നിൻ കൂടെ സഹിച്ചിടും ഞാൻ. എന്തു ഞാൻ നിനക്കായി ഇനി ചെയ്തിടേണ്ടു. സ്വന്ത ജീവനാൽ നീ എന്നെ വീണ്ടുവല്ലോ എന്തു ഞാൻ നിനക്കായി ഇനി ചെയ്തിടേണ്ടു. കണ്ണുനീരാതിൻ താഴ്വരെ ആകുകിലും എണ്ണുകില്ലതു ഞാനിനി ഖേദമോടെ. കണ്ണുനീരാതിൻ താഴ്വരയാകുകിലും എണ്ണുകില്ലതു ഞാനിനി ഖേദമോടെ. എണ്ണുകില്ലതു ഞാനിനി ഖേദമോടെ. എന്തു ഞാൻ നിനക്കായി ഇനി ചെയ്തിടേണ്ടു. സ്വന്ത ജീവനാൽ നീ എന്നെ വീണ്ടുവല്ലോ എന്തു ഞാൻ നിനക്കായി ഇനി ചെയ്തിടേണ്ടു. തരുന്നേ ഞാനെൻ ജീവനെ നിൻ കരത്തിൽ, കരുതുന്നില്ലായാതൊന്നും ഞാനിഹത്തിൽ. തരുന്നേ ഞാനെൻ ജീവനെ നിൻ കരത്തിൽ, കരുതുന്നില്ലായാതൊന്നും ഞാനിഹത്തിൽ. കരുതുന്നില്ലായാതൊന്നും ഞാനിഹത്തിൽ. എന്തു ഞാൻ നിനക്കായി ഇനി ചെയ്തിടേണ്ടു. സ്വന്ത ജീവനാൽ നീ എന്നെ വീണ്ടുവല്ലോ എന്തു ഞാൻ നിനക്കായി ഇനി ചെയ്തിടേണ്ടു. ആമേൻ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കും. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ക്രിസ്തുവിൻ്റെ സഭയും കർത്താവെ എൻ്റെ വിഷയത്തെക്കുറിച്ചൊക്കെയും ദൈവവചനത്തിലൂടെ കേൾപ്പാനും, കർത്താവെ ക്രിസ്തുവിൻ്റെ സഭയിൽ കർത്താവെ സ്തോത്രം ക്രിസ്തുവായിരിക്കുന്ന കർത്താവെ ക്രിസ്തു പറഞ്ഞിരിക്കുന്നതായ ആത്മീക നിലവാരത്തിൽ വളരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളൊക്കെ സഹായിക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിയങ്ങളെ കർത്താവെ ഓരോ ദിവസവും കർത്താവെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അടിയങ്ങൾക്കായിരിക്കാൻ തക്കവണ്ണം കർത്താവടിയങ്ങളെ കർത്താവെ വിനയും കർത്താവിൻ്റെ വചനത്തിലൂടെ കേൾപ്പിച്ച വലിയ സ്നേഹത്തിനായി നിനക്കടിയങ്ങളെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അടിയങ്ങളെ വീണ്ടും നീ അനുഗ്രഹിക്കുമാറാകണം. കർത്താവെ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വീണ്ടും കർത്താവെ സ്തോത്രം ഹല്ലേലൂയ. കർത്താവിൻ്റെ സഭ കർത്താവെ സ്തോത്രം ഹല്ലേലൂയ. സഭയുടെ അനുഭവം അടിയങ്ങൾക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. കേൾപ്പിച്ച ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു, മകനെ വീണ്ടും അനുഗ്രഹിക്കണം. കേൾക്കപ്പെട്ട അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ സ്തോത്രം. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സംസർഗവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുമേലും നാം ഒരിടത്തുമേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. മറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.